കണ്ടു കണ്ടു. ഇന്ന് ഇത്ര വൈകിയത്? എന്താ മിണ്ടാത്തെ? എന്റെ ശബ്ദം ഇഷ്ടപ്പെട്ടില്ലേ? നീ ഇപ്പൊ പറഞ്ഞത് എനിക്ക് മനസ്സിലായി. വസന്തകാലം വൈകുന്നല്ലേ? മാവ് തളിരിട്ടത് ഞാനും കണ്ടേ. ഓ, ഇനി നിനക്ക് സന്തോഷത്തിന്റെ കാലമാണല്ലോ. പോയോ? അതെ, ഇത് വസന്തകാലമാണ്. കാട് മുഴുവൻ പൂത്തുലഞ്ഞു നിൽക്കുന്നു. ഇനി അങ്ങോട്ട് പഴങ്ങളുടെ കാലം. ഇത്രയും കാലമായിട്ടും എനിക്ക് പേര് പോലും പറയാൻ അറിയാത്ത ധാരാളം പുഷ്പങ്ങൾ ചുറ്റും സുഗന്ധം പരത്തി നിൽക്കുന്നു. വൈകുന്നേരമാകുമ്പോൾ ഞാൻ അവയിൽ നിന്ന് നല്ല മണവും നിറവും ഉള്ള പൂക്കൾ പറിച്ചെടുത്ത് ഹോമകുണ്ടത്തിലിരിക്കുന്നത്. കഴിയുമ്പോൾ ബാക്കിയുള്ളവ വെറുതെ പഠിക്കേ. ഒരു ദിവസത്തെ ആയുസല്ലേ അവയ്ക്കുള്ളൂ. അല്ലെങ്കിലും ഈ നിറവും രുചിയുമെല്ലാം നൈമിഷികങ്ങളായ വികാരങ്ങളല്ലേ? അത്തരം വികാരങ്ങളാണല്ലോ മനുഷ്യന്റെ ബുദ്ധിയെ മത്തുപിടിപ്പിക്കുന്നതും സിരകളെ ത്രസിപ്പിക്കുന്നതുമെല്ലാം. പാലുപോലുള്ള നിലാവും പൂക്കളുടെ മാദക ഗന്ധവും നേരിയ തണുപ്പും എന്നിൽ സ്ത്രീ സഹജമായ വികാരങ്ങൾ തൊട്ടുണർത്താറുണ്ട്. എന്തു പ്രയോജനം? ഭൂലോക സുന്ദരിമാരിൽ പ്രഥമ സ്ഥാനത്തുള്ള എന്നെ വെറും ഉണക്കപ്പുല്ല് പോലെ കാണുന്ന ഗൗതമ മഹർഷിയല്ലേ എന്റെ ഭർത്താവ്. ഈ മനുഷ്യനെ മജ്ജയും മാംസവും കൊണ്ട് സൃഷ്ടിച്ചതാണോ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചു പോയിട്ടുണ്ട്. പകൽ സമയങ്ങളിൽ പോലും ഒരു മനുഷ്യജീവി ഇവിടെ വരാറില്ല. ഈ ആശ്രമ പരിസരത്ത് ഗ്രാമീണരോ വനവാസികളോ ആരും തന്നെ താമസമില്ല. പിന്നെ എവിടെ നിന്നാണ് കോഴി കൂടുന്നത്? ഇത് കാലംകോഴിയാണോ? ഈ കൂക കേൾക്കുമ്പോൾ എന്തുകൊണ്ടോ എന്റെ മനസ്സ് വല്ലാതെ അസ്വസ്ഥമാകുന്നു. എന്റെ ശരീരം വിറയ്ക്കുന്നു. അധിക നേരം ആയിട്ടില്ല ഇത് കേട്ടു തുടങ്ങിയിട്ട്. എത്ര മാൻകൂട്ടങ്ങളുണ്ട്. യഥേഷ്ടം രമിച്ച് നടക്കുന്ന അവരെ കാണുമ്പോൾ അസൂയ തോന്നാറുണ്ട്. ഞാനും അവയിലൊരു പേടമാനായിരുന്നെങ്കിലെന്ന് ആശിച്ചു പോയിട്ടുണ്ട്. ആരും ആ വഴി നടന്നു പോകുന്നത് പോലെ കാട്ടുമൃഗവുമായിരിക്കും. ഇടത്തോട്ട് നിൽക്കുന്ന മരങ്ങൾക്കിടയിലൂടെ ആരുടെയോ നിഴൽ വ്യക്തതയില്ലാതെ മിന്നിമറിയുന്നു. ഏയ്, മൃഗമല്ല, മനുഷ്യൻ തന്നെയാണ്. ആരെങ്കിലും ദാഹജലം ചോദിച്ചു വന്നതായിരിക്കും, അല്ലെങ്കിൽ കാട്ടിൽ വഴിതെറ്റി വന്നതായിരിക്കും. എത്രയോ കാലമായി ഞാൻ ഈ ഏകാന്തതയുടെ തടവറയിൽ കഴിയുന്നു. ഒന്നുരിയാടാൻ പോലും സഹജീവികൾ ആരുമില്ല. ഇങ്ങനെ പോയാൽ എൻ്റെ മൊഴി മുട്ടിപ്പോകും, എൻ്റെ ശബ്ദം നിലയ്ക്കും, ഞാൻ സംസാരിക്കാൻ കഴിയാത്ത ഒരു കോട്ടു മൃഗമായി പോകും. എന്തൊരു ഏകാന്തതയാണ് ഇവിടെ. കണ്ടില്ലേ, പകൽ പോലും ചീവീടുകളുടെ ശബ്ദം കേൾക്കാം. സന്ധ്യയോടെടുക്കുമ്പോൾ എൻ്റെ ഭർത്താവ് എന്ന് പറയുന്ന മഹർഷി ആശ്രമം കൂടും. സന്ധ്യാവന്ദനവും പൂജാകർമ്മങ്ങളും ഒക്കെ വഴിപോലെ നടത്തി കിടന്നുറങ്ങും. ബ്രാഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് ഗംഗയിൽ പോയി സ്നാനം ചെയ്തു വന്ന് പ്രഭാതകർമ്മങ്ങളും പൂജകളും ഒക്കെ നടത്തി ആശ്രമം വിട്ടു പോവുകയും ചെയ്യും. ഇവിടെ
ഇവിടെ അദ്ദേഹം പാണിഗ്രഹണം ചെയ്തുകൊണ്ടുവന്ന മജ്ജയും മാംസവും വികാരവും വിചാരങ്ങളുമുള്ള ഒരു മനുഷ്യ സ്ത്രീ ഉണ്ടെന്ന് അദ്ദേഹം ചിന്തിക്കാറ് പോലുമില്ല. ഇത്രയും വർഷത്തെ ദാമ്പത്യത്തിനിടയിൽ ഇതിനെ ദാമ്പത്യം എന്ന് പറയാമോ? എനിക്കറിയില്ല. ഒരു പ്രാവശ്യം, ഒരു പ്രാവശ്യമാണ് ഞാൻ എൻ്റെ ഭർത്താവിനെ അറിഞ്ഞത്, ഒരു പുരുഷനെ അറിഞ്ഞത്. ഒരു പുത്രനെ കിട്ടാനായി നാളും ദ്വിതിയും കാലവും മുഹൂർത്തവും നോക്കി അദ്ദേഹം എന്നെ പ്രാപിച്ചു. ഞങ്ങളുടെ മകനിപ്പോൾ 25 വയസ്സായി. ശതാനന്ദൻ, അതാണ് അവന്റെ പേര്. അവനും അച്ഛനെ പോലെ വൃതാനുഷ്ഠാനങ്ങളുമായി കഴിയുമെന്നാണ് ഞാൻ ആദ്യം കരുതിയത്. ഏയ്, അങ്ങനല്ല. അവൻ സുവിധ എന്ന ഭാര്യയോടൊത്ത് അങ്ങ് കൊട്ടാരത്തിൽ സുഖമായി കഴിയുകയാണ്. സുവിധേ, ഭാഗ്യവതി. ഈ അമ്മയ്ക്ക് എന്നോട് അസൂയുണ്ടെങ്കിലും നിന്നെ അനുഗ്രഹിക്കുകയാണ് മകളെ. ആദ്യം വന്നയാൾ ഇനിയും പോയില്ലേ? ആരാണവിടെ? ആരെങ്കിലും വഴിതെറ്റി വന്നതാണോ? കുടിക്കാൻ ദാഹജലം വേണോ? ഒന്നും മിണ്ടുന്നില്ലല്ലോ. ഏതെങ്കിലും വൈദ്യന്മാരുടെ ശിഷ്യർ മരുന്ന് ചെടികൾ ശേഖരിക്കാൻ വന്നതായിരിക്കും. അയ്യോ, സമയം ഒരുപാടായി. ഞാൻ അല്പം ചമതക്കഞ്ഞി ഉണ്ടാക്കി കുടിക്കട്ടെ. വിശപ്പറിയാതിരിക്കാനുള്ള ബലയും അതിബലയും ഒന്നും എനിക്ക് വശമില്ലല്ലോ. അതെ, ഞാൻ തന്നെ ദേവേന്ദ്രൻ. ഇപ്പോഴല്ല, വളരെ നേരമായി വന്നിട്ട് പല മരങ്ങളുടെയും മറവിൽ മാറി മാറി മറഞ്ഞു നിന്ന് ഭഗവതിയെ കാണുകയായിരുന്നു. ഈ അഭൗമ സൗന്ദര്യം ആസ്വദിക്കുകയായിരുന്നു. കുറെ നേരമായി ആരോ വനത്തിൽ മറഞ്ഞു നിൽക്കുന്നതായി എനിക്ക് തോന്നിയിരുന്നു. പിന്നെന്തേ മുന്നിൽ വരാൻ ഇത്ര വൈകിയത്? അത്രയും സമയം കൂടി ഈ അനന്യ സൗന്ദര്യ വിഗ്രഹത്തെ കാണാമെന്ന് കരുതി. അതെ, ഞാനിപ്പോൾ ജീവനുള്ള ഒരു വിഗ്രഹം മാത്രമാണ്. ആ വിഗ്രഹത്തെ അകമഴിഞ്ഞ് ആരാധിക്കുന്ന ഭക്തനാണ് ഞാൻ. അങ്ങ് പഴയ കാര്യങ്ങളൊക്കെ മറന്നോ? ഇല്ല, വർഷം 15ആയി. പിന്നീട് ഒരിക്കലും ഈ വഴി വരാൻ ഞാൻ കൂട്ടാക്കിയില്ല. എനിക്കെന്തെങ്കിലും സംഭവിക്കുമെന്ന് കരുതിയിട്ടല്ല, എന്റെ മാനസീശ്വരയ്ക്ക് ഒന്നും സംഭവിക്കരുതല്ലോ എന്ന് കരുതി. അന്ന് ഞാനൊരു അതിഥിയായിട്ടാണല്ലോ വന്നത്. അതെ, എന്റെ എക്കാലത്തെയും അതിഥി, ഏക അതിഥി. ആ അതിഥിയെ ഞാൻ സൽക്കരിച്ചു. അതിഥിയുടെ കടമ മാത്രം. അതാണല്ലോ ഞാൻ ചെയ്ത കുറ്റവും. അത് കണ്ടുകൊണ്ട് അദ്ദേഹം വന്നു. അത് ഓർക്കുമ്പോൾ എന്റെ ഹൃദയം പിടയ്ക്കുന്നു. ഇന്ദ്രിയങ്ങളെ ജയിച്ചവനെന്ന് പറയുമ്പോൾ ഈ ഗൗതമ മഹർഷി ഒരു മനുഷ്യനല്ലേ? തപശക്തി കൊണ്ട് മറ്റുള്ളവരെ ശാപത്തിന് ഇരയാക്കാമെന്ന് കരുതി സ്വന്തം ഭാര്യയോടാണോ ഈ അതിക്രമം കാണിക്കേണ്ടത്? ഭർത്താവില്ലാത്ത സമയത്ത് അന്യപുരുഷനെ സൽക്കരിച്ചു എന്ന കുറ്റത്തിന് ഇന്ന് കൊടുങ്കാട്ടിൽ കൊണ്ടുപോയി എന്റെ തലവെട്ടിക്കളയാനല്ലേ കൽപ്പിച്ചത്? വെറും പ്രാകൃതം, രാക്ഷസൻ. ഞാൻ അനുഭവിച്ച ഹൃദയവേദന ഞാൻ കാരണമാണല്ലോ അവധിക്ക് ദുർഗതി ഉണ്ടായെന്ന് ഓർക്കുമ്പോൾ എന്റെ ഹൃദയം നോവുകയാണ്. കൽപ്പന കേട്ട ആ പാപം ശിഷ്യന് പോലും അത് സഹിക്കാൻ കഴിഞ്ഞില്ല. അയാൾ ഒരു മാത്ര പോലും അവിടെ തങ്ങാതെ ആശ്രമം വിട്ട് ഓടിപ്പോയി.
ഇപ്പോൾ വാഗ്യക്കാരോ കൃത്യന്മാരോ ആരും തന്നെ അദ്ദേഹത്തിന് തുണയായിട്ടില്ല. ഭവതിയെ എങ്ങനെയെങ്കിലും ഈ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കണമല്ലോ. ഞാൻ ഓടി ബ്രഹ്മാവിനെയും ശിവനെയും എല്ലാം പോയി കണ്ടു. ഒടുവിൽ സാക്ഷാൽ മഹാവിഷ്ണുവാണ് ഈ മുനിയെ കണ്ട് അനുനയിപ്പിച്ച് ആ കൽപ്പന തിരുത്തിച്ചത്. അല്ല, അങ്ങ് ഐരാവതത്തിലല്ലേ വന്നത്? അതെ. എന്നിട്ട് എവിടെ? വളരെ അകലെ നിർത്തിയിരിക്കുന്നു. മറ്റുള്ള ആനകളോടൊത്ത് സല്ലപിക്കാൻ അവനും കൊതി തോന്നില്ലേ? ആനയെ കാണാൻ 1000 കണ്ണുകൾ വേണം, ഐരാവതത്തെ കാണാൻ 10,000 കണ്ണുകളും. എന്തൊരു ഭംഗിയാണ് അവന്! 4 കൊമ്പുള്ള ശംഖിന്റെ നിറമുള്ള ആന. ഞാൻ എപ്പോഴും ഐരാവതത്തെ കണ്ടുകൊണ്ടിരിക്കാൻ കൊതിച്ചിട്ടുണ്ട്. എന്താ ഇപ്പോൾ ഐരാവതത്തിന് പുറത്ത് കയറാൻ ആശയുണ്ടോ? ഇപ്പോഴില്ല, കുട്ടിക്കാലത്ത് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. അല്ല, അങ്ങെന്താണ് ഇവിടെ? ഞാൻ ഇതുവഴി പോയപ്പോൾ ഒന്ന് കയറിയെന്നേ ഉള്ളൂ. വേണ്ട, അങ്ങ് അധിക നേരം ഇവിടെ നിൽക്കണ്ട. ഭവതിയുടെ ഇന്നത്തെ ഈ ഏകാന്തമായ ജീവിത സാഹചര്യങ്ങൾ കാണുമ്പോൾ എനിക്ക് ദുഃഖം തോന്നുന്നു. ഇതെന്റെ വിധിയാണ്. എന്ത് വിധി? ബ്രഹ്മദേവൻ കാണിച്ച ഏറ്റവും വലിയ വിഡ്ഢിത്തം, അല്ലെങ്കിൽ ഭവതിയോട് കാണിച്ച കൊടും ക്രൂരത. വർഷങ്ങൾ കുറേയായില്ലേ ഞാൻ ഈ കാരാഗ്രഹത്തിൽ പെട്ടിട്ട്. ഇപ്പോൾ എനിക്കത് പരിചിതമായി. ഇത് സത്യയുഗമാണ്. ഇവിടെ കാലം നമ്മുടെ ഇച്ഛയ്ക്കും ആഗ്രഹത്തിനും വിടുപണി ചെയ്തു നിൽക്കും. അന്ന് പിതാമക സൗധത്തിൽ കണ്ട അതേ രാവണീയത തന്നെയാണ് പണ്ടടയാത്ത പൂവിന് എന്ത് ജന്മസാഫല്യം! ഈ സൗന്ദര്യം തന്നെയാണ് എനിക്ക് വിനയായി. ഞാനെന്ന് ബ്രഹ്മദേവനോട് കെഞ്ചി പറഞ്ഞതാണ്, അഹല്യെ എനിക്ക് തന്നെ. ഞാൻ എന്റെ കൃഷ്ണമണി പോലെ നോക്കിക്കൊള്ളാമോ? എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് എന്താണെന്നോ? അറിയാം, പിന്നീട് ഞാനും അത് പറഞ്ഞു കേട്ടു. നീ എന്റെ മകളുടെ ഭർത്താവ് ആവുകയാണെങ്കിൽ അവൾ എത്ര സപത്നിമാരോട് മല്ലടിക്കേണ്ടി വരുമെന്ന്. എന്താ ആ പറഞ്ഞത് ശരിയല്ലേ? ഏയ് ഇല്ലില്ല, ഒരിക്കലുമില്ല. ഭവതി എന്റെ ഭാര്യയായി കഴിഞ്ഞാൽ പിന്നെ ഞാൻ പരസ്ത്രീകളെ തേടി പോകില്ലായിരുന്നു. എല്ലാം തികഞ്ഞ ഒരുവൻ എന്നോടൊപ്പം ഉണ്ടെങ്കിൽ പിന്നെ എന്ത് തിരിഞ്ഞാണ് ഞാൻ പോകേണ്ടത്? ഞാൻ അങ്ങേ ഭർത്താവായി കിട്ടാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. സപത്നിമാർ എനിക്കൊരു പ്രശ്നമേ ആകുമായിരുന്നില്ല. പക്ഷേ അച്ഛനോട് എങ്ങനെ പറയും? നഷ്ടപ്പെട്ടത് എനിക്കാണല്ലോ. അല്ല, എനിക്കാണ്. എന്റെ എല്ലാ പ്രതീക്ഷകളെയും തകിടം മറിച്ചുകൊണ്ട് ഒരു അശ്വിനിപാദം പോലെ യൗവനം നശിച്ച, ഓജസ് നഷ്ടപ്പെട്ട ജഡാധാരിയായ ഒരാൾ വന്ന് എന്നെ ഭിക്ഷയായി ചോദിച്ചു. ആശ്രമം വൃത്തിയാക്കാൻ, പൂജാദ്രവ്യങ്ങൾ ഒരുക്കാൻ, അയാളെ വേണ്ട വിധം ശുശ്രൂഷിക്കാൻ. സ്വന്തം പുത്രിയോട് അല്പമെങ്കിലും സ്നേഹമോ കരുതലോ ഉണ്ടായിരുന്നെങ്കിൽ ഈ അരസികനും ദുർമുഖനും നിർവികാരനുമായ ഒരുത്തന് അവധി നൽകുമായിരുന്നോ? ദേവകൊട്ടാരത്തിൽ താമസിക്കേണ്ട ഒരു സതീരത്വം ഈ കുടുംബത്തിൽ ഒറ്റയ്ക്ക് എനിക്കത് ഓർക്കാൻ കൂടി കഴിയുന്നില്ല. എന്തൊരു കൂസലില്ലായ്മയായിരുന്നു അയാൾക്ക്! എന്തൊരു അഹങ്കാരം! ലോകൈക സുന്ദരിയായ ഒരുവളെ സ്വന്തം വീട്ടിലെ വേലക്കാരിയായി നൽകണമെന്ന് ഒരച്ഛനോട് പറയുക! എന്ത് മായയാണ് അയാൾ അവിടെ ചെയ്തത്! അത് എന്ത് ഇനിയും അയാളെ സേവിക്കണം? ഇതാണ് അവസരം. എന്നോടൊപ്പം വരും, നമുക്ക് ഇന്ദ്ര ലോകത്ത് പോയി സുഖമായി വാഴാം. അയ്യോ, ഞാൻ ലോകമറിയുന്ന ഒരു മുനിവര്യന്റെ ഭാര്യയാണ്. ലോകമറിയുന്നത് അദ്ദേഹത്തിന്റെ സത്പ്രവൃത്തി കൊണ്ടൊന്നുമല്ല, ദുഷ്പ്രവൃത്തി കൊണ്ടാണ്. പുരുഷന്മാർക്ക് എന്തുമാകാം, പക്ഷേ സ്ത്രീക്ക് ചാരിത്രം നഷ്ടപ്പെടാൻ പാടില്ല. ഇവിടെ ചാരിത്രത്തിന് എന്ത് പ്രസക്തി? പുരുഷത്വം നഷ്ടപ്പെട്ട ഒരുത്തന് സ്വന്തം ഭാര്യ ചാരിത്രവതിയായിരിക്കുമെന്ന് പറയാൻ എന്ത് അവകാശം? ഈ നശിച്ച ഭാതിവത്യം വേണമെന്ന് നിയമം വെച്ച ആ ശ്വേതകേതുവിനെ ഇപ്പോൾ എന്റെ കൺമുമ്പിൽ കിട്ടിയാൽ ഞാൻ എന്റെ വജ്രായുധമുണ്ട്. ഹരിത്, ഇപ്പോൾ പോകും. ഹരിതേ, ഹരിതേ, എന്നെ പ്രലോഭിപ്പിക്കാതെ. എന്നോടിങ്ങനെ നിഷ്കരണം
ഞാൻ യാമങ്ങളായി ഭവതിയെ കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. എത്ര കാലമായി എന്റെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആഗ്രഹമാണ്. എന്തെല്ലാം അപക്വ ചിന്തകളാണ് അങ്ങക്ക്. പക്ഷേ എന്റെ മനസ്സിൽ കല്ലിൽ കുത്തിവെച്ചതുപോലെ ദൃഢമാണ് ആ ചിന്തകൾ. ഞാൻ കഴിഞ്ഞതൊന്നും ചിന്തിക്കാറില്ല. പക്ഷെ എനിക്ക് എന്തൊരു ആവേശമാണ് ആ ചിന്തകൾ തരുന്നത്. ഞാനെന്ത് തൊട്ടോട്ടെ? അന്യന്റെ ഭാര്യയെ സ്പർശിക്കുന്നത് പാപമല്ലേ? പാപമോ? ഞാൻ ദേവരാജനാണ്. രാജാവിന് ഏത് സ്ത്രീയെയും സ്പർശിക്കാം. രാജാവിന് എത്ര സ്ത്രീകളെ വേണമെങ്കിലും പ്രാപിക്കാം. പക്ഷേ സ്ത്രീക്ക് ചാരിത്രഭംഗം ഉണ്ടാകാനും പാടില്ല. എന്തൊരു വൈരുദ്ധ്യം! ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, ഈ രാജാക്കന്മാരും ദേവന്മാരും പ്രഭുക്കന്മാരും ഒക്കെ സ്പർശിക്കുന്ന സ്ത്രീകൾക്ക് ചാരിത്രഭംഗം ഉണ്ടാകില്ലേന്ന്. അതോ അവർക്ക് ചാരിത്രമില്ലേ? അങ്ങനെയാണെങ്കിൽ അങ്ങയുടെ രാജ്യത്തുള്ള ഒരു സ്ത്രീയും ചാരിത്രവതിയായിരിക്കില്ലല്ലോ. ചാരിത്രം എന്നത് വെറും ഒരു സങ്കല്പമല്ലേ? ആണോ? ആണോ? അതെ. അങ്ങനെയാണെങ്കിൽ ഞാൻ എങ്ങനെയാണ് അങ്ങയോട് കഠിനമായ വാക്കുകൾ പറയുക? എന്റെ രക്തം തെളിച്ച സിരകളിൽ വർഷങ്ങളായില്ലേ എന്നെ ഒരു പുരുഷൻ സ്പർശിച്ചിട്ട്. കാലങ്ങളായി മഴ കിട്ടാതെ വരണ്ടു കിടക്കുന്ന ഭൂമിയെ പോലെ ആയിരുന്നല്ലോ എന്റെ മനസ്സും ശരീരവും. പുരുഷ സ്പർശമാകുന്ന മഴയിൽ നനയാൻ തുടങ്ങിയപ്പോൾ തന്നെ കോരിത്തരിച്ച് മൂർച്ഛിച്ചു വീണു. അങ്ങനെയല്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ? ദേവേന്ദ്രൻ തന്റെ ബലിഷ്ഠമായ കരകൾ കൊണ്ട് എന്നെ, അയ്യോ, അതെനിക്ക് ഊഹിക്കാൻ കൂടി കഴിയുന്നില്ല. എങ്കിൽ ഞാൻ വഴങ്ങി കൊടുക്കുമായിരുന്നു. അറിയില്ല, ഈ കഴിഞ്ഞ ദിനങ്ങളിലെല്ലാം ഞാൻ രാവും പകലും എന്നോട് തന്നെ ചോദിച്ചത് അത് തന്നെയായിരുന്നു. എന്തു പറഞ്ഞിട്ടും എന്റെ മനസ്സനുസരിക്കുന്നില്ല. ഇത്രയും കാലം അടക്കി വെച്ചിരുന്ന മോഹങ്ങളും ആഗ്രഹങ്ങളും എല്ലാം കൈവിട്ടു പോകുമോ? ഇപ്പോൾ ഒരു അരിയുടെ അരക്കം കേട്ടാൽ വരും. ഓടി ചെന്ന്
ഏതെങ്കിലും മരത്തിന്റെ മറവിൽ മറിഞ്ഞിരിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഓടിച്ചെന്നു വരുമോ? ഞാൻ അങ്ങനെ ചെയ്യുമോ? എന്തോ അദ്ദേഹത്തെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാൻ എന്റെ മനസ്സ് കൊതിക്കുന്നു. കാമന്റെ അമ്പുമായിട്ടാണല്ലോ അദ്ദേഹത്തിന്റെ വരവ്. പാവപ്പെട്ട സ്ത്രീകളുടെ ഹൃദയത്തിൽ അമ്പ് ഇത് കൊള്ളിക്കാൻ ഇല്ല ഇല്ല, എനിക്ക് നല്ല പേടിയാകുന്നുണ്ട്. അദ്ദേഹം വീണ്ടും വരുമോന്ന് എനിക്കറിയില്ല. ഞാനൊരു ഭാര്യയല്ലേ, അമ്മയല്ലേ. മനസ്സിനെ ഇങ്ങനെ കടിഞ്ഞാണില്ലാത്ത കുതിരകളെ പോലെ അഴിച്ചുവിടാൻ പാടില്ല. അന്യപുരുഷനെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച് നടക്കാൻ പാടില്ല. അയ്യോ, അദ്ദേഹം എനിക്ക് അന്യനാണോ? ഞങ്ങൾ ഒരുമിച്ച് പണ്ട് ദേവലോകത്തിരുന്ന് എന്തെല്ലാം സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ട്. ഇല്ല, ഇതിവിടെ അവസാനിപ്പിക്കാം. ചിലപ്പോഴൊക്കെ ഞാൻ വളരെ നേരം ധ്യാനത്തിലിരുന്ന് എൻ്റെ മനസ്സിനെ ശാന്തമാക്കാൻ ശ്രമിക്കാറുണ്ട്. ഉഗ്ര തപസ്വിയായ ഗൗതമ മുനിയുടെ ഭാര്യയാണെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? ആ ചൂട് പറ്റി കിടന്നാലല്ലേ എനിക്ക് നിയന്ത്രിതമായ ഒരു മനസ്സുണ്ടാകും. എനിക്ക് അദ്ദേഹത്തെ സ്നേഹിക്കാൻ കഴിയൂ. ഇത് എനിക്ക് കൂട്ടുകിടക്കാൻ വന്ന ഒരു കാവൽക്കാരനെ പോലെ അദ്ദേഹം കാഞ്ഞിരം വലയിൽ അങ്ങനെ നിവർന്നു കിടക്കും. ഞാൻ ഇലവിൻ പഞ്ഞു കൊണ്ടുണ്ടാക്കിയ ബത്തയിലും. ഒരു ഭാര്യയെ ഇങ്ങനെ അവഗണിക്കാമോ? ഞാൻ ഒരു ദിവസം അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി അത് ചോദിക്കും. വീണ്ടും ആ കാൽക്കോഴിയുടെ ശബ്ദം ഞാൻ വല്ലാതെ തളരുന്നു. ദേവേന്ദ്രൻ വീണ്ടും വന്നതായിരിക്കുമോ? എങ്കിൽ ഞാൻ എങ്ങനെയാണ് അദ്ദേഹത്തെ സമീപിക്കുക? എനിക്ക് അദ്ദേഹത്തെ നേരിടാൻ വയ്യ. അയ്യോ ഇല്ല, എവിടെയെങ്കിലും പോയി ഒളിച്ചാലോ? അതെ, അദ്ദേഹത്തിന് മുഖം കൊടുക്കാതെ ഉൾക്കാട്ടിൽ എവിടെയെങ്കിലും പോയി മറഞ്ഞിരിക്കാം. അതെ, അതാണ് നല്ലത്. അങ്ങനെ ചെയ്യാം. ഭയക്കണ്ട, ഞാൻ തന്നെ ആദിയുടെ ദേവേന്ദ്രൻ. വീണ്ടും വന്നു. എനിക്ക് വരാതിരിക്കാനാവില്ലല്ലോ. എന്തുകൊണ്ട്? ഒരു ലോകൈക സുന്ദരി എന്റെ ഉറക്കം കെടുത്താൻ തുടങ്ങിയിട്ട് വർഷങ്ങളേറെയായി. എന്നോട് ക്ഷമിക്കണം. അപ്പോൾ എന്താണ് നടന്നതെന്ന് എനിക്ക് അറിയില്ല. ഉറക്കമുണർന്നപ്പോൾ അസുഖത്തിനുള്ളിലെ പഞ്ഞിമെത്തി. ദേവി, ആദ്യം ഞാൻ ഭയന്നുപോയി. ഭവതിയുടെ ബോധം തെളിയാനായി വളരെ നേരം കാത്തുനിന്നു. നേരം വൈകിയപ്പോൾ മഹർഷി വരുമെങ്കിലും എന്ന് ഭയന്നു. പക്ഷേ ദേവിയെ അവസ്ഥയിൽ ഉപേക്ഷിച്ച് പോകാനും കഴിയില്ല. ഒടുവിൽ ഞാൻ എന്റെ ഇരു കരങ്ങളിലും ഭവതിയെ കോരിയെടുത്ത് അകത്ത് കൊണ്ടുപോയി കിടന്നു. അപ്പോൾ ഞാൻ അശുദ്ധിയായോ? ഒരിക്കലുമില്ല. ഒരു സഹജീവിയുടെ ശുശ്രൂഷ മാത്രമായിരുന്നു അത്. ഒരു കരുതൽ. അന്ന് ഞാനിവിടം വിട്ട് പോയെങ്കിലും എന്റെ മനസ്സിനെ ഇവിടെ ഇട്ടിട്ടാണ് പോയത്. പക്ഷേ കുറ്റബോധം കൊണ്ട് അദ്ദേഹത്തെ അഭിമുഖീകരിക്കാനേ കഴിഞ്ഞില്ല. അതിന് നമ്മൾ കുറ്റങ്ങളൊന്നും ചെയ്തില്ലല്ലോ. ഇല്ല, എന്നാലും കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ എന്റെ മനസ്സ് വേവത് കൊള്ളുന്നു. 3-4 ദിവസത്തേക്ക് പൂജാദ്രവ്യങ്ങളൊന്നും ഒരുക്കിയില്ല. വെറുതെ അസുഖം തടിച്ചു കിടന്നു. അല്ലെങ്കിലും ദേവി അസുഖബാധ്യത തന്നെ ആയിരുന്നല്ലോ. ഇപ്പോൾ അങ്ങനെ എന്തെങ്കിലും? ഇല്ല, ഞാൻ ആദ്യം ഘട്ടം തരണം ചെയ്തു കഴിഞ്ഞു. നല്ലത്.
അപ്പോൾ എനിക്കിനി ഇവിടെ ധൈര്യമായി വരാമല്ലോ. അങ്ങനെയല്ല, അങ്ങ് ഇടയ്ക്കിടെ ഇവിടെ വന്നു എന്റെ കുരട എന്നുള്ള പേര് കേൾപ്പിക്കരുത്. അയ്യോ, നമ്മൾ തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് അവിഹിതമാകുന്നത്? സമൂഹത്തിന് ഹിതമില്ലാത്തത് എന്തും അവിഹിതം തന്നെയാണ്. ഒരു കാലത്ത് നമ്മൾ എങ്ങനെ കഴിഞ്ഞവരാണ്. അന്നത്തെ ഞാനല്ലല്ലോ ഇന്നത്തെ ഞാനിന്നൊരു ഭാര്യയാണ്, അമ്മയാണ്. യഥാർത്ഥത്തിൽ ഭവതി ഇന്നൊരു ഭാര്യയാണ്. ലൗകിക സുഖങ്ങളെല്ലാം വിടിഞ്ഞ ഒരു വൃദ്ധ മാമുനിയുടെ പരിചാരിക മാത്രമല്ലേ? അതെ, എങ്കിലും ഉഭയകക്ഷി പ്രകാരം അച്ഛന്റെ സമ്മതം വാങ്ങിയാണ് അദ്ദേഹം എന്നെ പാടിഗ്രഹണം ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. വരുമ്പോൾ ഭഗവതി ഇത് വല്ലത് കരുതിയിരുന്നോ? എന്തെല്ലാം പ്രതീക്ഷകളോടെ ആയിരിക്കും യുവതി ഭർത്തൃഗൃഹത്തിലേക്ക് പ്രവേശിക്കുന്നത്. പക്ഷേ ഞങ്ങൾക്കൊരു മകനുണ്ട്. അത് അദ്ദേഹത്തിന് പറ്റിയൊരു പിഴവായിരിക്കും. പിന്നീട് എന്തുകൊണ്ട് വേറെ മക്കളുണ്ടായില്ല? എനിക്ക് മോഹമില്ലാഞ്ഞിട്ടാണോ? അതാണ് ഞാൻ പറയുന്നത്. അത് ഇനി ഇവിടെ ഒരു നിമിഷം നിൽക്കണ്ട. ഞാൻ ഐരാവത്തെ വിളിക്കട്ടെ. നമുക്ക് ഇപ്പോൾ തന്നെ ലോകത്തേക്ക് പറക്കാം. അയ്യോ, എന്താണ് ഈ കാണിക്കുന്നത്? ഞാൻ ഉഗ്ര തപസ്വിയായ ഗൗതമ മുനിയുടെ ഭാര്യയാണ്. അതെ, അദ്ദേഹം മുനിയാണ്. ഭവതി ലോകൈക സുന്ദരിയായ സ്ത്രീ. ദേവി ജീവിക്കേണ്ടത് ഈ ആശ്രമത്തിലല്ല, അരമനയിലാണ്. ശരി, അയ്യോ, സമയം അതിക്രമിച്ചിരിക്കുന്നു. അദ്ദേഹം വരാൻ സമയമായി. അങ്ങനെ ഇവിടെ നിൽക്കണ്ട, ഇത്രയും പെട്ടെന്ന് പോകും. അറിയാമല്ലോ, അദ്ദേഹം ഉഗ്ര കോപിയാണ്. നമ്മളെ ശപിച്ചാൽ എന്തായി തീരുമെന്ന് എനിക്ക് പറയാനാവില്ല. ശപിക്കട്ടെ, എനിക്ക് ഭയമില്ല. അവധിക്ക് വേണ്ടി ഏത് ശാപവും ഏറ്റുവാങ്ങാൻ ഞാൻ ഒരുക്കമാണ്. വീണ്ടും ആ കാലം കൊണ്ട് പോകുന്നു. ദുർനിമിത്തം എന്തോ സംഭവിക്കാൻ പോകുന്നു. അങ്ങ് ഇവിടെ നിൽക്കരുത്, അങ്ങ് ദയവായി പോകൂ. ഇത്രയും പെട്ടെന്ന് പോകൂ. അദ്ദേഹം ഇപ്പോൾ വരും. അതുവഴി പോകില്ലേ? അദ്ദേഹം വരുന്ന വഴിയാണ്. അതുവഴി പോകും. പെട്ടെന്ന് പോകും. സമാധിക്കരുതേ, പെട്ടെന്ന് പോകും. ദയവായി പോകും. ദയവായി പോകും. ഇവിടെ നിന്നെ കൂടാതെ മറ്റാരാണുള്ളത്? ആരുമില്ല. ആരുമില്ലേ? പുരുഷഗന്ധം. അങ്ങേക്ക് എന്ത് പറ്റി? അങ്ങയുടെ മനസ്സ് ശരിയല്ലെന്ന് തോന്നുന്നു. അതെ, എന്റെ മനസ്സ് അസ്വസ്ഥമാണ്. ആരും വന്നില്ലെങ്കിൽ പിന്നെ ഈ പൂക്കൾ ഇങ്ങനെ ഇവിടെ പറിച്ചെറിഞ്ഞതാരാണ്? അത് വല്ല മാനുകൾ കടിച്ചിട്ടതായിരിക്കും. മാനുകൾ പൂ പറിച്ചു തിന്നത് വരാം, പക്ഷെ പറിച്ചിങ്ങനെ എറിയുമോ? ഇത് ഏതോ ചഞ്ചലചിത്തന്റെ സ്വഭാവം പോലുണ്ട്. അത് ഞാൻ നമ്മുടെ മകനെ കുറിച്ച് ഓർത്തുപോയി. കുറെ നാളായില്ലേ അവന്റെ വിവരം എന്തെങ്കിലും അറിഞ്ഞിട്ട്. ഞാൻ ഓർത്തപ്പോൾ ഞാൻ തന്നെ അറിയാതെ പറിച്ചെറിഞ്ഞതായിരിക്കും. പ്രായമായ മക്കൾ നമ്മുടെ സമൂഹത്തിന് ഒരു ബാധ്യതയല്ലല്ലോ. തന്നെയുമല്ല, അവൻ ഒരു വലിയ രാജധാനിയിൽ ഭാര്യയോടൊപ്പം കഴിയല്ലേ. ശരിയാണ്, എങ്കിലും ഞാനൊരു അമ്മയല്ലേ. ഒരമ്മയ്ക്ക് മക്കൾ എത്ര വളർന്നാലും അവർ ഉണ്ണിയല്ലേ. ഒരു പുത്രനെ പ്രസവിക്കാനുള്ള ഭാഗ്യമേ അങ്ങേൽക്ക് നൽകിയുള്ളൂ. അത്രയും മതിയെന്ന് ഞാൻ നേരത്തെ നിശ്ചയിച്ചിരുന്നു. വംശം നിലനിർത്താൻ അത് മതി. എങ്കിലും
ഈ കൊടുങ്കാട്ടിനുള്ളിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഒരു പുത്രൻ കൂടി ഉണ്ടായിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. അനാവശ്യ ചിന്തകൾക്കൊന്നും മനസ്സിനെ വിട്ടുകൊടുക്കണ്ട. പൂജാദ്രവ്യങ്ങളെല്ലാം ഒരുക്കി വെച്ചോ? ഒരുക്കി കഴിഞ്ഞു. ഈ മുറ്റമെല്ലാം അടിച്ചു വാരി വൃത്തിയാക്കി ഞാൻ പോയി നമുക്ക് ആവശ്യമുള്ള ഫലമൂലാദികൾ ശേഖരിച്ചു വരാം. അങ്ങ് അനുവദിച്ചിരുന്നെങ്കിൽ പകൽ സമയത്ത് ഞാൻ തന്നെ അവയെല്ലാം ശേഖരിച്ചു വെക്കുമായിരുന്നല്ലോ. ഇപ്പോൾ ഞാനുണ്ടല്ലോ. ഞാൻ വന്നിട്ട് മനസ്സിനെ അടക്കാനുള്ള മന്ത്രങ്ങൾ ചൊല്ലിട്ട് അവ ഇടയ്ക്കിടെ ഉരുവിട്ടുകൊണ്ടിരുന്നാൽ ഈ ദുശ്ചിന്തകളെല്ലാം മാറിക്കിട്ടും. മനസ്സിനെ അടക്കാനുള്ള മന്ത്രം ചൊല്ലിത്തരാമെന്ന്. ആരുടെ മനസ്സാണ് അടക്കേണ്ടത്? എങ്ങനെയാണ് അടക്കേണ്ടത്? നീ എത്ര ഭാഗ്യവതിയാണ്. എല്ലായ്പ്പോഴും അദ്ദേഹത്തിന്റെ കക്ഷത്തിരുന്ന് ലോകം മുഴുവൻ സഞ്ചരിക്കാൻ എനിക്ക് കഴിയുന്നുണ്ടല്ലോ. ഇനി എന്തെങ്കിലും എനിക്ക് നിന്റെ സ്ഥാനത്തെത്താനാകുമോ? സ്വന്തം പുത്രിയോട് അസൂയ തോന്നി. അതുകൊണ്ടല്ലേ രാജാക്കന്മാരും അരോഗദൃഢഗാത്രരായ പ്രഭുക്കന്മാരുമെല്ലാം എന്നെ ആശയോടെ ചോദിച്ചിട്ടും ഈ കോപിഷ്ഠനായ പടുമരത്തിന് എന്നെ പിടിച്ചു കൊടുത്തത്. ലോകത്തെ ആദ്യത്തെ ശപിക്കപ്പെട്ട ദാമ്പത്യമായിരിക്കും ഞങ്ങളുടേത്. ഒരു ദിവസം എത്ര നേരമാണ് ഞാൻ അദ്ദേഹത്തിന്റെ കാലുകൾ തഴുകുന്നത്. ആ തലോടലേറ്റല്ലേ അദ്ദേഹം ഉറങ്ങാറുള്ളത്. എന്നിട്ടും എന്റെ സുന്ദരമായ മേനിയെ അദ്ദേഹം ഒന്ന് തഴുകുന്നു പോലും ഇല്ലല്ലോ. ഞാനൊരു വലിയ മരത്തിന്റെ മറവിൽ മറഞ്ഞു നിന്ന് ഇവിടെ നടക്കുന്നതെല്ലാം നോക്കിക്കാണുകയായിരുന്നു. അന്യരുടെ ജീവിതത്തിലേക്കുള്ള ഒളിഞ്ഞുനോട്ടം ദേവന്മാർക്കായാലും ഭൂഷണമല്ല. അതിന് മാറ്റം വരണ്ടേ? വേണമെന്നില്ല. വളരെ നിശ്ചലവും ശാന്തവുമായിരുന്ന എന്റെ മനസ്സിൽ അങ്ങ് വെറുതെ പ്രലോഭനങ്ങളുടെ കല്ലുകൾ വലിച്ചെറിയരുത്. ദേവി എന്താണ് പറയുന്നത്? ഈ അഴുക്കുചാലിൽ നിന്നും പുതിയ സ്വപ്നതുല്യമായ ഒരു ജീവിതത്തിലേക്ക് ക്ഷണിക്കുകയല്ലേ ഞാൻ ചെയ്തത്? വേണ്ട, എനിക്ക് ആ സ്വപ്നലോകം വേണ്ട. ഞാൻ യാഥാർത്ഥ്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. അങ്ങൊരു പുരുഷനാണെന്നും ആ പുരുഷൻ സ്ത്രീയായ എന്നെ പ്രേമിക്കുന്നുണ്ടെന്നും. ഓ, എനിക്ക് സമാധാനം. എന്നല്ല അതിനർത്ഥം. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരരുത്. ഇതൊരു ആശ്രമമാണ്. ഇവിടെ ചില നിഷ്ഠകളൊക്കെ ഉണ്ട്. അത്
ഭർത്താവ് ഞങ്ങൾക്ക് വേണ്ട ഭക്ഷണം തിരക്കി പോയിരിക്കുകയാണ്. അദ്ദേഹം ഈ ആശ്രമ പരിസരത്ത് തന്നെയുണ്ട്. എനിക്ക് മനസ്സിലായി. വഴികളിലൂടെ ഓടണമെന്നാണോ? മനസ്സിൽ ദുശ്ചിന്തയുമായി നടക്കുന്നവർക്ക് എങ്ങനെ നേരായ മാർഗത്തിലൂടെ സഞ്ചരിക്കാൻ കഴിയും? എങ്കിൽ ഞാൻ ഇപ്പോൾ പോയിട്ട് രാത്രിയില്ല. വേണ്ട, അങ്ങനെ വരണമെന്നില്ല. ഞാനിന്ന് നിങ്ങളുടെ പണ്ടത്തെ കളിക്കൂട്ടുകാരിയല്ല, ശ്രേഷ്ഠനായ ഒരു മുനിവര്യന്റെ ഭാര്യയാണ്. ദയവായി അങ്ങ് പോകൂ. കലക്കപ്പെട്ട മനസ്സുമായി അദ്ദേഹത്തിന്റെ സജീവം ഉറങ്ങാത്ത രാത്രികൾ കഴിച്ചുകൂട്ടുകയാണ് ഞാൻ. എന്റെ പിതാവ് വിഷയമില്ലാതെ ഒന്നും ചെയ്യുകയില്ല. അങ്ങ് പൊയ്ക്കോളൂ. ഇനി ഒരിക്കലും ഈ ആശ്രമ കവാടത്തിൽ അങ്ങ് കാലുകുത്തരുത്. അപ്പോൾ നീ എൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരില്ലല്ലേ? സാരമില്ല, വേറെയും മാർഗങ്ങളുണ്ടല്ലോ. നിന്നെ കീഴടക്കാൻ കഴിയുമോന്ന് ഞാൻ കാണിച്ചു തരാം. ഇത്ര കാലം എന്നെ കൊതിപ്പിച്ച് പിറകെ നടത്തിയ നിന്നെ ഞാൻ ഏത് വിധേനയും എൻ്റെ വരുതിയിലാക്കി അനുഭവിക്കും. ദേവേന്ദ്രനാണ് പറയുന്നത്. ഒന്നുമില്ല. എന്നാലും ഭവതി എന്നെ ഈ വിധത്തിൽ വിഡ്ഢിയാക്കാൻ പാടില്ലായിരുന്നു. ആ, സാരമില്ല, എനിക്ക് വിട നൽകും. നീ വിട നൽകും. ഞാനൊരു വലിയ പാപത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. ഒരു നിമിഷത്തെ എടുത്തുചാട്ടം സ്ത്രീവർഗത്തിന് തന്നെ അപമാനമാകുമായിരുന്നു. സ്ത്രീകൾക്ക് ചാരിത്രം വേണമെന്ന് നിഷ്കർഷിച്ച ശ്വേതകേതുവിനെ ഞാൻ നമിക്കുന്നു. അങ്ങയുടെ മുഖത്ത് നല്ല ക്ഷീണമുണ്ട്. യാത്രാക്ലേശം കഴിഞ്ഞു വന്നതിന്റെ ക്ഷീണം മുഖത്ത് പ്രതീക്ഷത്തിൽ കാണാം. നമുക്ക് അകത്ത് പോയിരിക്കാം. നിനക്കെന്ന് എന്ത് പറ്റി? ഒന്നും പറ്റിയില്ല. അതെല്ലാം ഇനി തരൂ. നമുക്ക് സമാധാനവും അകത്ത് പോയി സംസാരിക്കാം. വരണം. കഴിഞ്ഞ 1/4 നൂറ്റാണ്ടായി എന്നോടൊപ്പം കഴിയുന്ന ഈ സ്ത്രീയെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ബ്രഹ്മദേവ, അങ്ങയുടെ ഈ സൃഷ്ടി അപാരം, അപരിമേയം. അകല്യേ, നേരം ഏറെ പുലർന്നു എന്ന് തോന്നുന്നു. ഞാൻ ഉറങ്ങിപ്പോയി. കോഴി കൂകുന്നത് കേട്ടാണ് ഞാൻ ഉണർന്നത്. ഞാൻ ഗംഗയിൽ പോയി അക്ഷവാപ്യാദികൾ ചെയ്ത് ജ്ഞാനവും കഴിഞ്ഞു വരാം. കേട്ടില്ലേ? നേരം വളരെ വൈകി. അങ്ങ് വേഗം പോയിട്ട് വരും. ഞാൻ ഭക്ഷണം ഉണ്ടാക്കി കാത്തിരിക്കാം.
അകല്യേ, അകല്യേ, അന്ന് ഇത്ര വേഗം തിരിച്ചു വന്നു. ആ, നേരം പുലർന്നിട്ടില്ല, ഗംഗ ഉണർന്നില്ല, ഏതോ പാവില കോഴി കൂക്കിയതാണ്. ഇനി കിടന്നാൽ ഉറക്കവും വരില്ല. ഏറെ നാളായുള്ള നിന്റെ പരാതി ഞാൻ ഇന്ന് തീർത്തു. ഇനി ഞാൻ കുറച്ച് വൈകിട്ട് സ്നാനാദികൾ കഴിക്കുന്നു. എന്ത്? എനിക്ക് വിശ്വസിക്കാനാകുന്നില്ല. അന്ന് തന്നെയാണോ? ഞാൻ ക്ഷിപ്രകോപിയാണെങ്കിലും ക്ഷിപ്രപ്രസാദിയുമാണ്. ഈ ശബ്ദത്തിന് എന്തോ മാറ്റം പോലെ. അത് അർദ്ധരാത്രിയിൽ ഉറക്കമുളച്ചുള്ള സംസാരമല്ലേ? അതുകൊണ്ട് അത് കുറച്ച് കഴിയുമ്പോൾ മാറിക്കോളൂ. വരൂ. ഞാൻ വരാം. ഞാൻ എന്റെ മനസ്സിന്റെ പടപിടപ്പൊന്ന് മാറ്റിക്കോട്ടെ. ഞാൻ വരാം. വരൂ. അകല്യേ, അകല്യേ. അയ്യോ, അതെന്റെ ഭർത്താവിന്റെ ശബ്ദമല്ലേ? എന്താ? അപ്പോൾ അപ്പോൾ നിങ്ങൾ ആരാണ്? ദേവി, ദേവി എന്നോട് ക്ഷമിക്കൂ. ഞാൻ ദേവേന്ദ്രനാണ്. ഛേ, എന്ത്? അയ്യേ, പുറത്തു പോ ദുഷ്ട. അതെന്താരാണെന്ന് ഞാൻ ചോദിക്കുന്നില്ല. ഈ അമാവാസി നാളിലും ദേവേന്ദ്രന്റെ പാല് പോലെ വെളുത്ത കുതിരയെ ഞാൻ കണ്ടു. അബോധിഷ്ഠനായ എന്നെ വഞ്ചിച്ച് എന്റെ ഭാര്യയെ പ്രാപിച്ച ദേവേന്ദ്ര, നിന്നെ ഞാനിതാ ശപിക്കുന്നു. അയ്യോ, അയ്യോ മഹാവനെ, എന്നെ ശപിക്കല്ലേ. നിഷ്കളങ്കമായി എന്നെ ശുശ്രൂഷിച്ച് ഈ വനത്തിനുള്ളിൽ ആശ്രമ ജീവിതം നയിച്ചിരുന്ന എന്റെ ഭാര്യയെ വഞ്ചിച്ച നിന്നെ വെറുതെ വിടാൻ എനിക്കാണില്ല. സ്ത്രീകളോടുള്ള അടങ്ങാത്ത ആഗ്രഹമാണല്ലോ നിന്നെ കൊണ്ട് ഇതെല്ലാം ചെയ്യിക്കുന്നത്. അതുകൊണ്ട് നിന്റെ ദേഹം മുഴുവനും സ്ത്രീലിംഗം കൊണ്ട് നിറയട്ടെ. സഹസ്രമകനായി ഭവിച്ച ഭവാനി, സഹിച്ചിടുക ദുഷ്കർമ്മ ഫലമെല്ലാം. അയ്യോ മഹാവനെ, ഇത്രയും വലിയ ശാപം എന്റെ സുന്ദരമായ മീനി മുഴുവൻ. അയ്യേ, പറഞ്ഞു തീരും മുമ്പ് അതായോ? ദേവി, ഞാനിനി എങ്ങനെ പുറത്തിറങ്ങും? ദേവി, ദേവി, ദയവ് ചെയ്ത് ആ വസ്ത്രം ഇങ്ങിട്ട്. അയ്യേ, അത് എന്റെ വസ്ത്രം. വിട്. ഛേ, സാരമില്ല ദേവി, ദേവി ആശ്രമത്തിനുള്ളിലല്ലേ, മാത്രമല്ല പുറത്ത് ദേവിയുടെ ഭർത്താവല്ലേ. ഞാനന്ന് പുറത്തിറങ്ങിക്കോട്ടെ. അതിക്ക് തരും. എന്നെ ക്ഷമിക്കല്ലേ. ഞാൻ ചെറുപ്പം മുതലേ കണ്ടുപോയിച്ച സൗന്ദര്യധാമമാണ് അതിന്റെ. ഞാൻ വിവാഹം ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നത്. എന്നോട് കനിവുണ്ടാകും. ഈ വൈകൃതവും പേറി ഞാൻ എങ്ങനെ ദേവലോകത്തേക്ക് പോകും? ദേവി അങ്ങനെ ശാപമോക്ഷം തരും.
നിനക്കുടനൊന്നും മോചനമില്ല. ഒരു അർദ്ധചന്ദ്രകാലം മുഴുവനും നീ ഇതും പേര് നടക്കണം. അത് കഴിഞ്ഞാൽ ഈ യോനികളെല്ലാം കണ്ണുകളായി മാറും. അന്ന് നിന്നെ സഹസ്രാക്ഷൻ എന്നറിയപ്പെടും. ആ 1000 കണ്ണുകൾ കിട്ടിയാലെങ്കിലും അങ്ങയുടെ അകക്കണ്ണ് തെളിയുമോ നോക്കാം. ദേവലോകത്തെ സുന്ദരികൾ സമാധാനമായി ജീവിക്കട്ടെ. 1000 കുഴപ്പമില്ല. സന്തോഷം, അവനെ സന്തോഷം. ഈ പാവിക്ക് വിട നൽകിയാൽ ദയവായി എന്നിൽ കരുവുണ്ടാകണം. അങ്ങയുടെ രൂപം കൊണ്ടാണ് ദേവേന്ദ്രൻ എന്നെ സമീപിച്ചത്. വർഷങ്ങൾക്ക് ശേഷം അങ്ങ് എന്നെ ആശ്ലേഷിച്ചപ്പോൾ എനിക്ക് വഴങ്ങാതിരിക്കാനായില്ല. നിന്നെ ഞാൻ ശപിക്കുന്നു. നീ ഇത്ര കാലവും എന്നെ ശുശ്രൂഷിച്ചവളല്ലേ, എന്റെ കുഞ്ഞിന്റെ മാതാവായവളല്ലേ. തന്നെയുമല്ല, ബ്രഹ്മദേവന്റെ മകളെ ശപിക്കാൻ ഞാൻ ആളല്ല. ഇത്രയും നാളും എന്നോടൊപ്പം കഴിഞ്ഞ നിന്നെ ഞാൻ എങ്ങനെ ശപിക്കും? സ്വന്തം മകളെ എന്നെ ഏൽപ്പിക്കുമ്പോ അദ്ദേഹം ഒന്നേ പറഞ്ഞുള്ളൂ, ഇന്ന് ഏറ്റവും മനോഹരമായ സൃഷ്ടിയാണ്, അതിനെ ഗൗരവത്തോടെ പരിപാലിക്കുക. ഞാൻ ആ വാക്കുകൾ അക്ഷരം പ്രതി ഉൾക്കൊണ്ടു. ഒരു സ്ത്രീ എന്ന നിലയിൽ നീ ഒരു പുരുഷനെ അറിയണമായി. അമ്മയാകാനുള്ള സ്ത്രീയുടെ പ്രകൃതിദത്തമായ ആവശ്യകതയും ഞാൻ നേടിത്തന്നു. കൂടുതൽ ക്ലേശിപ്പിച്ച് നിന്റെ സൗന്ദര്യത്തെ ഇല്ലാതാക്കാൻ ഞാൻ ഒരുമ്പെട്ടില്ല. പക്ഷേ നീ കാണിച്ചത് എന്താണ്? ചിന്താശക്തിയില്ലാത്ത സാധാരണ സ്ത്രീകളെ പോലെ ലൗകിക സുഖങ്ങളിൽ അഭിരമിക്കാൻ ശ്രമിച്ചു. അന്യ പുരുഷനുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചു. ഒരനാഘ്രാത പുഷ്പം പോലെ ഞാൻ എന്റെ ആശ്രമവാടിയിൽ വളർത്തിക്കൊണ്ടുവന്ന ആ ദിവ്യരൂപം ഇതാ ചെളി പുരണ്ടു നിൽക്കുന്നു. ഞാൻ എന്ത് ചെയ്യണം? പറയൂ. അങ്ങ് ഒരു മഹാജ്ഞാനി, ഞാൻ വെറും ഒരു സ്ത്രീ. അങ്ങക്ക് എങ്ങനെ യാമം തെറ്റി? അത് പിന്നെ ദേവേന്ദ്രന്റെ ചില ജാലവിദ്യകൾ, മറ്റുള്ളവരുടെ കണ്ണിനെയും മനസ്സിനെയും കുറെ സമയത്തേക്കെങ്കിലും തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയുന്ന ഇന്ദ്രജാലം. വൈകിയാണെങ്കിലും ഞാൻ എന്നെ അറിയുന്നു, അങ്ങേ അറിയുന്നു, എന്റെ പിതാവിനെ അറിയുന്നു, എന്റെ തെറ്റുകൾ അറിയുന്നു, എന്റെ കുലം അറിയുന്നു, ഈ പ്രപഞ്ചത്തെ അറിയുന്നു. മഹാമുനി, ഈ സത്യയുഗം മുഴുവനും നീ സ്വയം സംരക്ഷിച്ച് ഇവിടെ കഴിയാം. ഞാനിപ്പോൾ ഹിമാലയത്തിലേക്ക് പോവുക. ത്രേതായുഗത്തിൽ മഹാവിഷ്ണു മനുഷ്യനായി അവതരിച്ച് ഈ വഴി വരും. അന്ന് അദ്ദേഹത്തിന്റെ അനുഗ്രഹം കൊണ്ട് നിന്റെ പാപമെല്ലാം മാറിക്കിട്ടും. അന്ന് ഞാൻ വീണ്ടും വരും. നമുക്ക് അന്ന് ഒരുമിച്ച് വീണ്ടും ജീവിതയാത്ര തുടങ്ങാം. അപ്പോൾ അങ്ങനെ ഇവിടെ ഉപേക്ഷിച്ചു പോവുകയാണോ? എങ്കിൽ ലോകത്തെ ആദ്യത്തെ ഭാര്യ ഉപേക്ഷിച്ച ഭർത്താവ് എന്നുള്ള ഖ്യാതി അങ്ങേക്കായിരിക്കും. ദേവകൊട്ടാരത്തിൽ സസുഖം വാണിരുന്ന എന്നെ
അച്ഛനെ പ്രലോഭിപ്പിച്ച് ഈ കൊടുങ്കാട്ടിലേക്ക് കൊണ്ടുവന്ന് ഉപേക്ഷിച്ചു പോകാൻ അങ്ങേക്ക് ലജ്ജയില്ലേ? എന്ത് സന്ദേശമാണ് അങ്ങ് വരും തലമുറയ്ക്ക് നൽകുന്നത്? കുടുംബികളായ സ്ത്രീകളെ പ്രലോഭിപ്പിച്ച് നശിപ്പിക്കുവാൻ ഈ ദേവേന്ദ്രന്മാർ ഇനിയും ജന്മമെടുക്കും. ത്രേതായുഗം വരെ കാത്തിരിക്കാമെങ്കിൽ തുടർന്ന് എനിക്കതിന് കഴിയും. കാരണം ഞാനൊരു സ്ത്രീയാണ്. ഞാനൊരു സ്ത്രീയാണ്. സ്ത്രീ ശക്തിയാണ്. സ്ത്രീ ദുർഗയാണ്. സ്ത്രീ ദേവിയാണ്. ഭാരതഖണ്ഡത്തിൽ ഇന്നെത്രയോ നാരീജനം പീഡിതരായിരുന്നു ദുഷ്ടമാനസന്മാരാ. മാനിനി മണികളോ വേട്ടനായി മാനിനി മണികളോ വേട്ടനായി മണ്ണിൽ ജീവിതം അസ്വസ്ഥമാണ്. തീർന്നിതോ ഭൂമണ്ഡലേ, തീർന്നിതോ ഭൂമണ്ഡലേ, തീർന്നിതോ ഭൂമണ്ഡലേ.